അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് പോവാണ്. ഒന്നാമത്തെ ദിവസമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കൃതജ്ഞത പ്രകാശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അബണ്ടൻസിലേക്ക് പോകാൻ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ നമ്മൾക്ക് അബണ്ടൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? എത്രയധികം നമ്മുടെ ലൈഫിൽ ഇന്നുള്ള അബണ്ടൻസ് നമ്മൾ കൗണ്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണോ? അത് നമ്മൾ വാക്കുകൾ കൊണ്ട് ഉച്ചരിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. നമ്മൾ അതനുസരിച്ചിട്ട് ജീവിക്കണം. അല്ലാതെ നമ്മൾ വാക്കുകളൊക്കെ ഇങ്ങനെ കൃതജ്ഞതയൊക്കെ പറയും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ദാരിദ്ര്യമാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് ആ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ പറ്റണം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനും പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജോൺ എഫ് കെന്നഡി എന്ന് പറഞ്ഞ അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ് പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട കാര്യം ഏറ്റവും ഉയർന്ന അഭിനന്ദനം വാക്കുകൾ ഉച്ചരിക്കുന്നതിലല്ല, അതിനനുസൃതമായിട്ട് ജീവിക്കുന്നതാണ് എന്നാണ്. അപ്പം നമ്മൾ എന്തിനു വേണ്ടി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, ധനം, തൊഴിൽ, ബന്ധങ്ങൾ ഇവയിലൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾക്ക് കൃതജ്ഞത വെച്ച് നടക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോണത്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളിൽ നമുക്ക് തുടങ്ങാം. കാര്യം എന്താ? ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തി അത് നമ്മൾക്ക് വിജയമായി എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ ആ ഒരു വിജയത്തെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. എടാ, ഇവൻ പഴയ പോലെ അല്ല കേട്ടോ, ഇവൻ വിജയിയാണ് കേട്ടോ. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ ചെയ്യുന്നത്? പണ്ട് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എല്ലാവരും നമ്മളെ പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു മണ്ടനടാ, നീ ഒന്നും ഗുണം പിടിക്കില്ലടാ എന്നൊക്കെ കേട്ട് വളർന്നൊരു ബ്രെയിനാണ് നമ്മുടെ. ആ ബ്രെയിനിൽ നിന്ന് നമുക്ക് അവനോട് പറയണം, എടാ അത് പണ്ടത്തെ കഥയാടാ, ഇന്നത്തെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കനടാ എന്ന് നമുക്ക് നമ്മളോട് പറയാൻ പറ്റുക. പിന്നെ നമ്മളെ പിടിച്ചാലുണ്ടല്ലോ ഒരാൾക്കും നമ്മളുടെ വിജയത്തിന് ഒരു തടസ്സമാവാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃതജ്ഞത ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യണത്. എന്തിനാ? നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാൻഷനാവാം, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം കാറാവാം. ഏതാണ് നിങ്ങളുടെ ഡ്രീം കാറ്? ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുമോ? അപ്പോൾ അവയൊക്കെ നമ്മൾക്ക് ആ വലിയ വലിയ വിജയങ്ങൾ, നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ നന്ദിയുള്ളവരായിട്ട് നമ്മുടെ ലൈഫിൽ തുടങ്ങാൻ പോണത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് എന്ത് വ്യത്യാസം വരും? നമ്മൾക്ക് ഇല്ല എന്നുള്ളത് മാറും. നമ്മൾ എന്തും ക്രിയേറ്റ് ചെയ്യണ ഒരു മജീഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്ര എളുപ്പമായിരുന്നു എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ, ഞാൻ ആഗ്രഹിക്കുന്ന ലിസ്റ്റ് എഴുതിയാൽ മാത്രം മതിയല്ലേ, എൻ്റെ ലൈഫിലേക്ക് ഇതെല്ലാം വരുമല്ലേ? അതെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് വഴി പറ്റും. ഇന്നലെ വരെ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു, ആ വേണ്ടാത്ത കാര്യങ്ങൾ അട്രാക്ട് ചെയ്തു, നിങ്ങളുടെ ലൈഫ് ഇന്ന് എന്തായിട്ട് മാറി? നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത, നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾക്ക് കിട്ടി. പക്ഷെ ചിന്തിച്ചത് നിങ്ങൾ എന്താ? കടം എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ അത് ഇഷ്ടം പോലെ പെരുകി കടബാധ്യത മാത്രമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്ന് എല്ലാ ദിവസവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറ്റി? വളരെ നല്ല ബന്ധമായിരുന്നു, നമ്മൾ പറഞ്ഞ് അത് ടോക്സിക്കായി ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ പ്രവൃത്തിയായിട്ട് മാറുകയും അതിന്ന് നമ്മളുടെ ഡ്രീം റിയാലിറ്റിയായിട്ട്, കറണ്ട് റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് മുതൽ ഉള്ള ആ സാഹചര്യത്തെ മാറ്റാൻ 28 ദിവസം നിങ്ങൾ കൃതജ്ഞതയെ പരിശീലിക്കണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരിശീലനം നിങ്ങൾ പല രീതി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കോശങ്ങളിലും അബോധ മനസ്സിലും നിറയും. ആ അബോധ മനസ്സ് മുഴുവൻ നിറയുമ്പോൾ എന്ത് വരും? നിങ്ങളുടെ ജീവിതം മാറും. തുടർച്ചയായിട്ട് നിങ്ങൾ 28 ദിവസം ഇത് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങൾ ഈ പുതിയ ശീലം നിങ്ങളുടെ പുതിയ ജീവിത രീതിയായിട്ട് മാറ്റും. അങ്ങനെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് എവറി ഡേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ പരിശീലനം എന്തായിട്ട് മാറും? നിങ്ങളുടെ ലൈഫിനെ മാന്ത്രികമായിട്ട് മാറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 28 ദിവസവും ഒരു സമയം പറ്റുവാണെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾമോസ്റ്റ് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പറ്റും എന്നറിയാമോ? നിങ്ങളുടെ തുടർച്ച പോകും. അപ്പോൾ ആ തുടർച്ച പോയാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതം പിന്നെയും പണ്ട് നമ്മൾ പറയൂലേ, പേത്താനടിക്കേണ്ടി വരും. അപ്പോൾ ഒന്നേന്ന് പിന്നെയും തുടങ്ങണം കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തെറ്റ് പറ്റിയാൽ പിന്നെ 1-ാം തീയതി അല്ല 1-ാമത്തെ ക്ലാസ് തൊട്ട് വീണ്ടും പേത്താനടിക്കണം.
അപ്പോൾ പേത്താൻ അടിച്ചടിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോൾ 28 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അത് മാറ്റം വരും. അപ്പോൾ അത് നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ആദ്യം എഴുതണം. അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഡ്രീം ലൈഫിന് നമ്മൾക്ക് ഈ അടുത്ത 28 ദിവസം എന്താണ് എനിക്ക് വേണ്ടത്, അതൊരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതണം. അപ്പം നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നമ്മൾക്ക് 4 ഏരിയാസാണ് നമ്മൾ നോക്കണത്. ഒന്ന് നമ്മളുടെ ആരോഗ്യം, അഗെയിൻ നമ്മുടെ ബോഡി, അത് നമുക്ക് എത്ര വെയിറ്റ് കുറയ്ക്കണം, എന്താണ് നമ്മളുടെ ആ ഡ്രീം ഹെൽത്ത്, എന്താണ് വേണ്ടത്, അത് നമ്മളൊന്ന് എഴുതണം, അതിലൊരു ഗോള്. രണ്ടാമത്തെ നമ്മുടെ കരിയറാണ്. ചില ആൾക്കാർ ബിസിനസ്സുകാരായിരിക്കും, ചില ആൾക്കാർ സ്റ്റുഡൻസ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നടക്കുന്ന ഒരാളായിരിക്കും. എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. കാര്യം ആരാണ്, എന്താവണം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. അപ്പോഴാണ് നമുക്കൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്താണ്. നമുക്ക് എത്ര പണം വേണം, അത് നമ്മൾക്ക് ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റണം. എഗെയിൻ നമ്മളുടെ ഒരു 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പിനെ പറ്റി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവൻ്റെ ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പങ്കാളി, അവൻ്റെ ഓൾമോസ്റ്റ് ആ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എഗെയിൻ അവൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധം, എഗെയിൻ അവൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം, എഗെയിൻ സിബ്ലിങ്സുമായിട്ടുള്ള ബന്ധം, പിന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, എഗെയിൻ നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ആ സൊസൈറ്റിയിൽ നമ്മളുടെ റോൾസ്, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ചട്ടക്കൂടിലാണ് നമ്മൾ ജീവിക്കണേ. പക്ഷെ അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യണമെന്ന് എഴുതണം. നല്ലൊരു അമ്മയാവാനാണ് ആഗ്രഹിക്കണമെങ്കിൽ അത് നമ്മൾ എഴുതണം. എന്താണോ നമ്മളുടെ ആ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നല്ലൊരു പങ്കാളിയാണ്, എന്താണ് നിങ്ങളുടെ ആ ഡ്രീം റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ഗോള് നിങ്ങൾ എഴുതുക. എഗെയിൻ നിങ്ങളുടെ മറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, നിങ്ങൾക്കൊരു കാറ് മേടിക്കണം എന്നാവാം, വീട് വെക്കണം എന്നാവാം, എന്താണ് നിങ്ങളുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അങ്ങനെ നേടേണ്ടത്, അതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതുക. എഗെയിൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഡിസയേഴ്സ്, അതും നിങ്ങൾക്ക് എഴുതി ചേർക്കാം. അങ്ങനെ നിങ്ങളുടെ ഈ ഓരോ ഏരിയാസിലുമുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് നേടും. അപ്പോൾ അത്രയും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യണം, ഇനി നമ്മൾ 1ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു, നമ്മൾ അവയൊക്കെ എഴുതി വെച്ചു. എഗെയിൻ നമ്മൾ ഓൾമോസ്റ്റ് ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു 1ാം ദിവസത്തെ പ്രാക്ടീസിൽ പോവുകയാണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് കുറവുകൾ വന്നത്, കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ്. എപ്പോഴാണ് നമുക്ക് സന്തോഷം വന്നത്, നമ്മളുടെ ആ നല്ല മെമ്മറീസ് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് എന്താണ് ഒരു അബണ്ടൻസ് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്ക് പോവുക. ഇപ്പം നിങ്ങളിന്ന് നിങ്ങളുടെ പേഴ്സും തുറന്നു നോക്കുക, ആ പേഴ്സിൽ എത്ര കാശുണ്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ വളരെ കുറച്ച് കാശേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 100 രൂപയാവാം, ചിലപ്പോൾ 1000 രൂപയാവാം, ചില ആൾക്കാർക്ക് 2000 രൂപ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഉള്ള ക്യാഷിന് നിങ്ങൾ നന്ദി എഴുതുക. കാര്യം അതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. നമ്മൾക്കുള്ള ആ ഒരു ക്യാഷിന് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ നന്ദി പറയുക. ഈ നന്ദി പറയുമ്പോൾ എന്താ ഗുണം എന്നറിയാമോ, ഈ ധനം തന്നെ മാന്ത്രികമായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ ഓൾമോസ്റ്റ് നന്ദി പറയുക. എഗെയിൻ നമ്മുടെ റിലേഷൻഷിപ്പ്, അവ ശരിക്കും ചിലപ്പോൾ ഒത്തിരി കുറവുകളൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ണറൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടിയേക്കണേ. എങ്കിലും നമ്മൾ വിചാരിക്കണം, എൻ്റെ ആ ഒരു പാർട്ണർ ഉള്ളതുകൊണ്ട് എൻ്റെ ലൈഫ് എത്ര ഈസിയാണ്. എനിക്കൊന്ന് ചിരിക്കാൻ, എനിക്കൊന്ന് വഴക്ക് പിടിക്കാൻ, എനിക്കൊന്ന് ചേർത്ത് നിർത്താൻ, എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഒരുപോലെ നടത്താൻ എനിക്ക് സത്യത്തിൽ എൻ്റെ ആ ഒരു പങ്കാളി എന്നെ അത്രയധികം സഹായിക്കുന്നുണ്ടെന്നറിയാമോ. അപ്പോൾ അതിന് ഞാൻ അവളോട് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ചേട്ടനോട് നന്ദി പറയുവാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു സ്നേഹമൊക്കെ തോന്നണില്ലേ നമ്മുടെ പങ്കാളിയോട്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളെയും ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്ത് ശരിക്കും നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യമായും അനുഗ്രഹീതനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ അനുഗ്രഹം ഉള്ളത് എന്നുള്ളത് നമ്മൾ പറയണം. കാര്യം എനിക്ക് ഈ ജോലി ഉള്ളത് കൊണ്ട് എൻ്റെ കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നന്ദിയുള്ള ഒരാളാണ്. ഞാനിന്ന് വളരെ സന്തുഷ്ടനാണ്. കാര്യം എന്താ, എനിക്ക് 2 മക്കളുണ്ട്. അവരെ കാണുമ്പോൾ എനിക്കുള്ള സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അതിൽ നന്ദിയുള്ളവനാണ്. അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു നല്ല അച്ഛൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന സന്തോഷത്തിന് അതിരില്ല. ഞാൻ നന്ദിയുള്ള ഒരാളാണ്. ഞാൻ സത്യമായും കൃതജ്ഞതയുള്ളവനാണ്. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മോനായിട്ടാണ് എനിക്ക് ജനിക്കാൻ പറ്റിയത്. നല്ലൊരു വീട്ടിലാണ് ഞാനിന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ നന്ദിയുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി അർപ്പിക്കുകയാണ്. അവരെത്ര സ്നേഹത്തോടെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും നടത്തി തന്നത്. അവരെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അഭിമാനമാണ്. അവരെന്നെ എത്ര സന്തോഷത്തോടെയാണ് എൻ്റെ ആ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ അവരെന്നെ ചേർത്ത് നിർത്തുന്നത്. ആ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം, അതിൻ്റെ രുചി എനിക്കിപ്പോഴും ഓൾമോസ്റ്റ് അത് ഓർക്കുമ്പോൾ തന്നെ ഉള്ള സന്തോഷം, ഞങ്ങളാ നല്ല മെമ്മറീസ്, അവയൊക്കെ എത്ര അനുഗ്രഹമായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ നന്ദി പറയാം. കാരണം നമ്മളുടെ ജീവിതം ഇന്ന് നമ്മളായിട്ടുണ്ടെങ്കിൽ ഒത്തിരി അധികം ആളുകളുടെ അവരുടെ ത്യാഗമാണ് ഇന്നത്തെ നമ്മളുടെ ആ ഒരു ജീവിതം. അപ്പം നമ്മളിന്ന് ആലോചിക്കുവാണ്, നമ്മൾ വളരെ സന്തോഷത്തിൽ നമ്മുടെ ലൈഫിലുള്ള 10 അനുഗ്രഹങ്ങളെ നിങ്ങൾ ശരിക്കും നന്ദിയോടെ ചിന്തിക്കുക. 10 എണ്ണം എഴുതിയാൽ മതി. നിങ്ങളുടെ വീടാവാം, നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കളാവാം, ജോലിയാവാം, നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സൊക്കെ ഉണ്ട്, നിങ്ങളുടെ ആ ഇഷ്ടപ്പെട്ട ആ പെറ്റ്സിനെ ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഇന്ന് കണ്ട സൂര്യ അസ്തമനം സൂര്യോദയവും കാണാൻ പറ്റിയതിന് നിങ്ങൾക്ക് നന്ദിയുള്ളവരാവാം. കാര്യം എത്രയോ ആൾക്കാർക്ക് ഇന്ന് സൂര്യോദയം കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളിന്ന് കുടിച്ച ആ വെള്ളത്തിന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളിന്ന് കഴിച്ച ഭക്ഷണത്തിന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് ഇന്ന് ശ്വസിക്കാനായിട്ട് നല്ല വായു കിട്ടിയിരുന്ന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ല മരങ്ങളോട് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ മൃഗങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും, നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ, ചെടികൾ, നിങ്ങൾ ഇന്ന് കണ്ട ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാവാം, നിങ്ങളുടെ ആ സുഹൃത്ത്, നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിൽ ആ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളെ സെർവ് ചെയ്ത ആൾ, ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിനും നിങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കൃതജ്ഞത നമ്മളിങ്ങനെ ഓരോന്നിലും പറയുമ്പോൾ നമ്മുടെ ജീവിതം മാന്ത്രികമായിട്ട് മാറും. ആരോഗ്യം നന്നാവും, ശരീരത്തിന് ഭംഗി വയ്ക്കും, ജോലിയിൽ വിജയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും, പണം മാന്ത്രികമായിട്ട് വളരും, നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര അഭിവൃദ്ധിയിലേക്ക് മാറും, എല്ലാവരുമായിട്ട് വളരെ സ്നേഹമുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരി കൂടി വരും, നമ്മൾക്കൊരു ഇന്നർ ഹാപ്പിനെസ് കൂടും, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂടി വരും, നമ്മുടെ ജീവിതം തന്നെ മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നിലും നന്ദിയുള്ളവരായിട്ട് മാറണം. അപ്പോൾ ഇന്നത്തെ ഒരു എക്സസൈസിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക? 10 കാര്യങ്ങൾക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പട്ടിക ഉണ്ടാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃതജ്ഞതയോടെ കാണുന്ന 10 അനുഗ്രഹങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് എന്തിനാണെന്ന് പറയുക. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളത് കൃതജ്ഞത ഉള്ളത് അത് നിങ്ങൾ പറയുക. വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഒച്ചത്തിൽ തന്നെ നിങ്ങൾ പറയുക. ഓരോ അനുഗ്രഹങ്ങൾക്കും ഒടുവിലായിട്ട് നിങ്ങൾ എന്ത് പറയണം? നന്ദി നന്ദി നന്ദി, എനിക്ക് ഈ ഒരു അനുഗ്രഹമുള്ള നല്ലൊരു പങ്കാളിയെ തന്നതിന് നന്ദി നന്ദി നന്ദി. അങ്ങനെ നിങ്ങൾ വളരെ ഒച്ചത്തിൽ നിങ്ങൾ പറയുക. അങ്ങനെ നിങ്ങൾ ഓൾമോസ്റ്റ് ബേസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാന്ത്രിക കല്ലെടുക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടത്തിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കാണാൻ ഭംഗിയുള്ള ഒരു കല്ലെടുത്ത് വയ്ക്കുക. അത് നാളെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നൊരു കല്ലൊക്കെ എടുത്ത് വെച്ചോളുക. അപ്പം അത് നമുക്ക് നാളെ അതിൻ്റെ പ്രാക്ടീസ് എന്താണെന്ന് പറയാം. അപ്പോൾ എന്തായാലും നമ്മളിനി എവറി ഡേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസിലൊരു വ്യത്യാസമില്ല. 10 അനുഗ്രഹങ്ങൾ എഴുതാതെ നമ്മൾ കിടന്നുറങ്ങില്ല. അപ്പോൾ ഇന്നത്തെ ആ ഒരു 10 അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതി അതൊന്ന് നന്ദി 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 എന്ന് പറഞ്ഞ് വായിച്ച് വളരെ സന്തോഷത്തോടെ നിങ്ങൾ പോയി കിടന്നുറങ്ങുക. നാളെ രാവിലെ എണീക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും കേട്ടോ, ഇന്നത്തെ ഒരു പ്രഭാതത്തിനൊരു ഭംഗിയുണ്ട്, ഇന്നത്തെ പ്രഭാതത്തിനൊരു സുഖമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് രണ്ടാമത്തെ ദിവസം കാണാം. അപ്പോൾ ഇന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ആ ഒരു വളരെ സന്തോഷത്തോടെ കിടന്നുറങ്ങുക.
അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. താങ്ക് യു.